ബി.ജെ.പി. പ്രതിക്ക് മരണം വരെ തടവുശിക്ഷ ലഭിച്ച കേസിലും സി.പി.എം. ഭരണകൂടം ഇരയുടെ കണ്ണീരിനെ അവഗണിച്ചു. ബി.ജെ.പിയെ രക്ഷിക്കാൻ സി.പി.എം. ഭരണകൂടം കൂട്ടുനിന്നതിന്റെ ഞെട്ടിക്കുന്ന തെളിവാണ് പാലത്തായി കേസ്. പാലത്തായി പോക്സോ കേസിൽ വിധിപകർപ്പ് പുറത്തുവന്നതോടെ ബി.ജെ.പി. നേതാവിനെ രക്ഷിക്കാൻ അന്നത്തെ സി.പി.എം. മന്ത്രിയും ഭരണകൂട സംവിധാനങ്ങളും എങ്ങനെ ഒത്തുകളിച്ചു എന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ബി.ജെ.പി. പ്രതിയായ കെ. പത്മരാജന് മരണം വരെ ജീവപര്യന്തം തടവുശിക്ഷ ലഭിച്ച ഈ കേസിൽ അന്നത്തെ വനിതാ ശിശുക്ഷേമ മന്ത്രി കെ. ശൈലജയ്ക്കെതിരെ കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. ശിശുക്ഷേമ മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലാണ് ഈ ക്രൂര സംഭവം നടന്നത്. എന്നിട്ടും സി.പി.എം. മന്ത്രിയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച ഗുരുതരമായ വീഴ്ചകൾ കോടതി തുറന്നുകാട്ടുന്നു. അതിജീവിതയെ കൗൺസിലിംഗ് നടത്തിയവർ മോശമായി പെരുമാറിയെന്നും കടുത്ത മാനസിക പീഡനം നേരിടേണ്ടി വന്നുവെന്നും കാണിച്ച് കുട്ടിയുടെ മാതാവ് മന്ത്രി കെ. ശൈലജയ്ക്ക് നേരിട്ട് പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പരാതിയിൽ മന്ത്രി എന്ന നിലയിൽ കെ. ശൈലജ ഒരു നടപടിയും എടുത്തില്ല. ഈ അനാസ്ഥയിലാണ് കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. കുട്ടിയോട് മോശമായി പെരുമാറിയ കൗൺസിലർമാരെ പിരിച്ചുവിടാൻ കോടതി നിർദ്ദേശിച്ചു. ഇരയ്ക്ക് നീതി ലഭിക്കേണ്ട സുപ്രധാന ഘട്ടത്തിൽ മന്ത്രിയുടെ ഭാഗത്ത് അനാസ്ഥയുണ്ടായി എന്ന അന്നത്തെ വിമർശനം ശരിവയ്ക്കുന്നതാണ് കോടതി വിധി. ബി.ജെ.പി. തൃപ്രങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കെ. പത്മരാജനായിരുന്നു പ്രതി. ബി.ജെ.പി. നേതാവായ പ്രതിയെ രക്ഷിക്കാൻ സി.പി.എം. ഭരണത്തിന് കീഴിലുള്ള പോലീസ് സംവിധാനം ആസൂത്രിതമായി നീങ്ങി. അറസ്റ്റ് വൈകിപ്പിച്ചു. ആർ.എസ്.എസുകാരനായ പ്രതി കൺമുന്നിലുണ്ടായിട്ടും പോക്സോ കേസിൽ അറസ്റ്റുണ്ടാവാതെ 1 മാസം വൈകിപ്പിച്ചു. പ്രക്ഷോഭങ്ങൾ ശക്തമായപ്പോൾ അറസ്റ്റ് ചെയ്തുവെങ്കിലും പാനൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ വകുപ്പുകൾ ഒഴിവാക്കി ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകി. ഇത് പ്രതിക്ക് ജാമ്യം കിട്ടാൻ വഴിയൊരുക്കി. ഇരയെ കള്ളിയാക്കി. അന്നത്തെ ക്രൈംബ്രാഞ്ച് ഐ.ജി. എസ്. ശ്രീജിത്ത് അതിജീവിത കള്ളം പറയുന്നു എന്ന വിവാദ പരാമർശം നടത്തി. 10 വയസ്സുകാരിയെക്കുറിച്ച് കോടതിയിലും ക്രൈംബ്രാഞ്ച് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചത് ഞെട്ടിക്കുന്നതാണ്. തെളിവുകൾ അട്ടിമറിച്ചു. പീഡനം നടന്ന ശുചിമുറി പോലും മറ്റൊന്നാക്കി ചിത്രീകരിച്ചു. ടി.പി. ചന്ദ്രശേഖരൻ കേസ് പ്രതികൾക്ക് സി.പി.എം. സർക്കാർ പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ ഒരുക്കുന്നു എന്ന വിമർശനവും പാലത്തായിയിൽ ബി.ജെ.പി. പ്രതിക്ക് രക്ഷപ്പെടാൻ സി.പി.എം. ഭരണകൂടം നിയമപരമായ പഴുകൾ ഒരുക്കിക്കൊടുത്തു എന്ന ആരോപണവും ചേർത്തു വായിക്കണം. ഇവിടെ വ്യക്തമാകുന്നത് ഒന്നാണ്: കേരളത്തിൽ അധികാരം പങ്കിടുമ്പോൾ സി.പി.എമ്മും ബി.ജെ.പിയും തമ്മിൽ നിലനിൽക്കുന്ന രഹസ്യബന്ധം. ടി.പി. കേസിൽ സി.പി.എം. പ്രതികൾക്ക് സൗകര്യം, പാലത്തായിയിൽ ബി.ജെ.പി. പ്രതിക്ക് രക്ഷപ്പെടാൻ വഴി. ഈ ക്രൂരതയുടെ ഒത്തുകളി രാഷ്ട്രീയം ഇന്ത്യൻ ജനത തിരിച്ചറിയണം.